പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് നമ്മളെല്ലാവരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആരും അവിചാരിതമായിട്ടല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ, ആരും അവിചാരിതമായിട്ടല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഗോഡ്സ് പ്ലാനാണ്. ബൈ ചാൻസ് ഉള്ള ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ഇതൊരു ദൈവ ശുശ്രൂഷയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. ദാ 2 കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവെ, ഈ വചനം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ആ തടസ്സങ്ങളെല്ലാം മാറട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഏത് തടസ്സമാണോ, ഏത് ഭാരമാണോ, ഏത് രോഗമാണോ ഉള്ളത്, ആ മേഖലകളെ സമർപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായി നമ്മൾ ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധന ആരാധന ആരാധന. കയ്യെ കടിച്ച് ചേർന്ന് പാടാം സന്തോഷത്തോടെ. യെസ്, ആമേൻ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. പാടി. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, ആത്മമാരിയാൽ നനച്ചിടണേ. കൈകൾ ഉയർത്തി ആത്മശക്തിയാൽ കരുത്തേകണേ. പാടി പാടി. ആത്മമാരിയാൽ നനച്ചിടണേ. ഓ ആത്മാവേ, ആത്മശക്തിയാൽ കരുത്തേകണേ. സംഭവിക്കട്ടെ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ശുശ്രൂഷ ഫലം ചൂടി ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ കൃപകൾ സംഭവിക്കപ്പെടട്ടെ. എല്ലാ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമിതമായ ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുന്ന തടസ്സമുള്ള വ്യക്തികളിലേക്ക് അഭിഷേകം ചൊരിയപ്പെടട്ടെ. ശുശ്രൂഷ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 കൈകൾ കൂപ്പി സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ചിട്ട് അവരോട് സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവ വചന ശുശ്രൂഷയിൽ കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നോട്ട് ബുക്കും ബൈബിളൊക്കെ എടുത്ത് വചനം എഴുതി നമ്മൾ പഠിക്കണം കേട്ടോ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നോടും നിന്നോടും പഠിപ്പിക്കുന്നത്. അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 9. 10-ാം അധ്യായം 9-ാം വചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 9. Because if you confess with your lips that Jesus is the Lord and believe in your heart that God raised him from the dead, you will be saved. Praise the Lord. Praise the Lord. Hallelujah. 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 2 കാര്യങ്ങൾ.
ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് പ്രധാനമായ രണ്ട് കാര്യങ്ങൾ. ഇതാ വചനം പറയുന്നത് എന്താണ്? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കണോ? രക്ഷ പ്രാപിക്കണോ എങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണ്. ഫസ്റ്റ് ക്വാളിറ്റി എന്താ വേണ്ടത്? വിശ്വസിക്കണം. ദൈവം യേശുവിനെ ഇതാ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഏറ്റുപറയണം. നാവ് തുറന്ന് യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വലതുകരം ഉയർത്തി പറഞ്ഞ് യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ അടുത്ത നാളിൽ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വെളിപ്പെടുത്തലുകൾ നൽകി. അതിങ്ങനെയാണ്. ആ കുടുംബം, ഇവർ വലിയ കുടുംബമാണ്. ഇവർ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ടവരാണ് ഇവിടുത്തെ പള്ളി പണിയുന്നതിന് സ്ഥലം കൊടുത്തത് എന്ന് മാത്രമല്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ പള്ളിയോടും കാര്യങ്ങളോടൊക്കെ ബന്ധമുള്ളവരാണ്. പക്ഷേ ഉണ്ടല്ലോ, വീട്ടിൽ ചില അസ്വസ്ഥതകൾ, ചില ഭാരങ്ങൾ. അപ്പോൾ അച്ഛാ, അതുകൊണ്ട് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിക്കണം, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇവരുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട പ്രാർത്ഥനയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ കുടുംബ പ്രാർത്ഥനയില്ല അച്ഛാ, കുടുംബ പ്രാർത്ഥന ഇല്ല. കാരണം ഞങ്ങളുടെ സമയം, ഞങ്ങൾക്ക് പല സമയങ്ങളിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞങ്ങൾ തിരക്ക് പിടിച്ച ആളുകളാണ്, ഞങ്ങൾക്ക് ബിസിനസ്സും പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ അച്ഛാ, ഞങ്ങളെ ഓർത്തണം, ഞങ്ങളാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ഞങ്ങളാണ് പണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു, ഞങ്ങളാണ് പള്ളിയുടെ കൊടിമരം പണിയിപ്പിച്ചു, ഞങ്ങളാണ് അങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ പ്രാർത്ഥനയുണ്ടോ? ഇല്ല. ഇപ്പോൾ പ്രാർത്ഥനയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്നൊരു കാര്യം, ഇപ്പോൾ ഇവർ ജീവിക്കുന്ന, ഇവർ കിടന്നുറങ്ങുന്ന ഇവരുടെ വാസഗ്രഹത്തിൽ ഇവർക്ക് പ്രാർത്ഥനകൾ ഉയരുന്നില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെന്ന്. ചിലപ്പോൾ ചിലർ ചിന്തിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെന്ന്. അതായത് നീ ജീവിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനകൾ ഉയർന്നില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകൾ ഉയർന്നില്ലെങ്കിൽ അവിടെ ചില പീഡകൾ സംഭവിക്കാം. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. അധരം കൊണ്ട് ഏറ്റുപറയണം. നമ്മുടെ നാവ് ഇതുപയോഗിച്ച് നമ്മൾ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ നമുക്ക് വളരെ പരിചിതമായ ദൈവവചനം സക്കേവൂസ്, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19, 19-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ച്. 8-ാം തിരുവചനം, സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞ്, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു. വെറുതെ ലൂക്കാസ് വിശേഷകൻ വെറുതെ കുറിച്ചതല്ല, മറിച്ച് സക്കേവൂസ് എടുത്ത ഒരു നിലപാട്. എല്ലാവരും ഇരിക്കുമ്പോൾ സക്കേവൂസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു നിലപാടെടുക്കുന്നു. ഇത് ഞാൻ ഈ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി മുതൽ എൻ്റെ സമ്പത്ത് അങ്ങാണ്. ആ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ കുടുംബത്തിലെ ഒരാൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. യേശുവിനെ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാതെ മിണ്ടാതെ മാറി എവിടെയെങ്കിലും മാറി ഇരിക്കുകയല്ല. അവൻ്റെ ഉള്ളിൽ കൃത്യം വ്യക്തമായൊരു ബോധ്യം ലഭിക്കുക. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ഒരു വലിയ പ്രഖ്യാപനമാണ്.
അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടടുത്ത വചനം എന്താ പഠിപ്പിക്കുന്നത്? നെക്സ്റ്റ് മൊമെന്റ് എന്താണ്? നെക്സ്റ്റ് മൊമെന്റ് ഇതാ, നീ രക്ഷ പ്രാപിച്ചിരിക്കും. നീ മാത്രമല്ല, നിന്റെ കുടുംബവും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ സ്ഥലത്ത് ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു വലിയ സൗഖ്യം കിട്ടി, സൗഖ്യം. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടന് കിട്ടിയ സൗഖ്യം ഉണ്ടല്ലോ, ഇത് അനേകരുടെ മുമ്പിൽ ചേട്ടൻ പറയണം. ഈ സൗഖ്യം അതിനുള്ളതാ, അനേകരുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ഇടവക വികാരി അച്ഛനെടുക്ക ചെന്ന് പറയണം, കർത്താവിനെ തൊട്ടു, ഇത് പറയണം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ സൗഖ്യം കിട്ടി, കർത്താവിന് നന്ദി. പക്ഷേ ഉണ്ടല്ലോ അച്ഛാ, ഞാനൊരു ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു ഒരു വില കുറയും. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ആളാണ്. ഞാനിങ്ങനെ ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ പോണോ? ഞാനിപ്പോൾ ഉള്ള കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് നടന്നാൽ പോരെ? എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, ഉള്ളിൽ വിശ്വാസമുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞ് നടന്നാൽ പോരെന്ന്. മറിച്ച് ഉള്ളിലുള്ള വിശ്വാസത്തെ നീ പ്രഖ്യാപിക്കണം. നീ നിനക്ക് എവിടെയെല്ലാം സമയവും സൗകര്യവും കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ആ വിഷയത്തിൽ വലിയൊരു ദൈവീക അഭിഷേകം സംഭവിക്കും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ നമ്മൾ വായിക്കുന്നത് ശതാധിപനെ കുറിച്ചാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8. ശതാധിപൻ വന്നിട്ട് അവന് ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരിയാണല്ലോ. ഈ അധികാരി വന്നിട്ട് ഈശോയുടെ അടുക്കൽ വന്നിങ്ങനെ സംസാരിക്കുകയാണ്. 8-ാം അധ്യായം 8-ാം തിരുവചനം, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. എന്നെ ആഴമേറിയ വിശ്വാസമാണല്ലേ. ഈ അധികാരി വന്നിട്ട് പറയുകയാണ്, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭവനത്തിൽ വരണ്ടെന്നു. എൻ്റെ ഭവനത്തിൽ രോഗിയായിട്ട് കിടക്കും, നീ ഇവിടെ ഇരുന്നുകൊണ്ടൊരു വാക്കുച്ചരിച്ചാൽ എൻ്റെ വീട്ടിൽ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ ശതാധിപൻ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 9-ാം അധ്യായം 28-ാം തിരുവചനം, മത്തായിയുടെ സുവിശേഷം 9:28. ഇതാ കർത്താവ് ഏതൊരു ദൈവീക ഇടപെടലിനോടും ബന്ധപ്പെട്ടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ഒരു പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുക. മിക്കവാറും എല്ലാ സംഭവങ്ങളോടും ചേർന്ന് ഈ ഒരു ചോദ്യമുണ്ട്, നിനക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രഖ്യാപിക്കണം. പത്രോസ്ലീഹ അല്ലേ, ഈ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ കർത്താവ് അവനെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലോട്ട് കൊണ്ടുവരുന്ന രംഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കിക്കേ. 3 പ്രാവശ്യമാണ് ഈശോ അവനെ കൊണ്ടൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. നമ്മുടെയൊക്കെ നാട്ടിൽ ചില വിശ്വാസ പ്രഖ്യാപന റാലിയിലൊക്കെ പങ്കെടുത്തവരുണ്ടാവും അല്ലേ. തങ്ങളുടെ ആശയങ്ങൾ, തങ്ങളുടെ വിശ്വാസ മേഖലകൾ പ്രഖ്യാപിക്കുന്ന ചില പൊതുജന റാലികൾ. അപ്പോൾ ഈ റാലിയിലൊക്കെ ഇങ്ങനെ നമ്മൾ വലിയ കാര്യത്തിൽ ജയ് ജയ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകത്തില്ല, വിശ്വാസ പ്രഖ്യാപന റാലി. നമ്മുടെ പത്രോസ്ലീഹാനെ കൊണ്ട് കർത്താവ് ഈശോ മിശിഹ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ ചോദിക്കുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്താ അതിൻ്റെ അർത്ഥം? എന്തിനങ്ങനെ ചോദിച്ചേ? അവൻ്റെ അവസ്ഥ ഈശോയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവൻ്റെ നാവിൻ്റെ തുമ്പിൽ ഈ ഒരു കാര്യം അവൻ പ്രഖ്യാപിക്കണം. പത്രോസ് വന്നിട്ട് പറയാം, കർത്താവ് എങ്ങേക്കറിയാൻ, അത് പോരെന്ന്. നിൻ്റെ നാവിലൂടെ നീ ഇത് പ്രഖ്യാപിക്കണം. കാരണം ഈ നാവ് കൊണ്ടാണ് പത്രോസ്ലീഹ ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞത്. ആ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസിനെ കൊണ്ട് അതേ നാവ് കൊണ്ട് ഇതാ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറയിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രഖ്യാപനമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട വലിയൊരു ദൗത്യത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. അതായത് നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അനേക പാപങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാവ് വഴി കുറ്റം പറയുന്ന, നുണ പറയുന്ന, ചീത്ത പറയുന്ന, പരാതിപ്പെടുന്ന, ഭാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാവ് വഴിയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നാവ് തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവാണ് ഏകരക്ഷകനെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം.
അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ, നമ്മുടെ നാവിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ രക്ഷ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 ഒരു സുവിശേഷ പ്രഘോഷകൻ ഈ അടുത്ത് പരിചയപ്പെട്ടു. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അനേക തരത്തിൽ പ്രവർത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ പോയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രകടനങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇയാൾ പറയുകയാണ്, ദേ യേശുവിനെ രക്ഷകനും നാഥനുമായി തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മനുഷ്യർക്ക് ജയ് വിളിക്കാൻ പോയിട്ടില്ല. യേശുവാണ് നേതാവെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു കൊടിക്കീഴിലും പോയിട്ടില്ല. മറിച്ച് ഞാൻ യേശുവിനെ മാത്രമേ പ്രഘോഷിക്കൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഗാന ശുശ്രൂഷകർ, അവർ യേശുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞതിന് ശേഷം ദൈവസ്തുതിഗീതങ്ങൾ മാത്രമേ പാടുന്നുള്ളൂ. അവർ സിനിമാ പാട്ടും സിനിമാ മേഖലയിലൊക്കെ വളരാനും പണമൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും വേണ്ട, ഞങ്ങൾക്കിനി ഞങ്ങളുടെ നാവ് കൊണ്ട് ദൈവസ്തുതിഗീതങ്ങൾ മാത്രം പാടിയാൽ മതി. ഇതൊരു അനുഭവമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ വിശ്വസിച്ചോണം. എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവിക വിശ്വാസത്തെ പ്രഖ്യാപിക്കാനുള്ള വലിയ ഒരു തീരുമാനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ഡെലിവറൻസ് ശുശ്രൂഷ കേട്ടോ, വലിയ വിടുതൽ പ്രാർത്ഥന. അതുകൊണ്ടാണ് മാമോദീസ അവസരത്തിൽ ഏറ്റുപറയുന്നു, പരിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്നു. ഒരു വെഞ്ചരിപ്പ് ശുശ്രൂഷ അത് ഏറ്റുപറച്ചിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈശാചിക പീഡകൾ വിട്ടുമാറും. ഏറ്റുപറച്ചിലാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. കണ്ട, തമ്പുരാൻ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 12:8, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയും. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ രക്ഷ അനുഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, വിശ്വസിക്കുന്നുണ്ട് ഹൃദയത്തിൽ ഈശോ രക്ഷകനാണ്, നാഥനാണ്, പക്ഷേ അധരം കൊണ്ട് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ അവസരത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവിന് രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി വലിയ ആഗ്രഹത്തോടുകൂടെ ഈ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ ചേർന്ന് പാടി, രക്ഷകാ, ഓ കർത്താവേ, കർത്താവേ നാഥനേ. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ മുമ്പിൽ ദൈവവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഞാനും നിങ്ങളും ഇതാ രക്ഷപ്പെടുന്നതിനു വേണ്ടി നമ്മുടെ കർത്താവ് ഒരു വഴി തുറന്നിട്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് പ്രഖ്യാപിക്കണം. യേശുവാണ് രക്ഷകനും നാഥനുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കും, അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഉള്ളിൽ അത് വിശ്വസിച്ചാൽ പോരെ. എന്നാൽ ദൈവവചനം പറയുന്നത് ഈ കാലഘട്ടത്തിൽ യേശുവാണ് രക്ഷകനെന്ന് പ്രഖ്യാപിക്കേണ്ട സമയമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്നോളമുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ യേശുവിനെ രക്ഷകന് നാഥനുമായി പ്രഖ്യാപിക്കാൻ അനേകം അവസരങ്ങൾ കിട്ടിയിട്ട് പ്രഖ്യാപിക്കാത്തവർ നമ്മളിലുണ്ടാവും. നാണക്കേട് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി ചിലപ്പോൾ നീ യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ പുറകോട്ട് പോയിട്ടുണ്ടോ? ഇതാ ഈ സമയം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കുകയാണ്. നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണ്. ഈ ഭൂമിയിൽ നിനക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം നീ സർവശക്തനായ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. അവിടുന്നാണ് നിന്റെ ഏകരക്ഷകനെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കണം. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങാണ് രക്ഷകൻ, അങ്ങാണ് നാഥൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ രക്ഷകനാണ്, ഞങ്ങൾ ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പാടിക്കേ. നീ കർത്താവാണെന്നും ആമേൻ. നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ വിളിച്ചേ, യേശുവേ രക്ഷക, രക്ഷക, കർത്താവേ, കർത്താവേ, നാഥനെ, നാഥനെ, ചേർന്ന് വിളിച്ച യേശുവേ, യേശുവേ രക്ഷക, രക്ഷക, ഓ കർത്താവേ, കർത്താവേ, നാഥനെ. നാഥനേ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തില് കുടുംബ പ്രാർത്ഥന കുറഞ്ഞു പോയെങ്കിൽ, വചനവായന കുറഞ്ഞു പോയെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥനാ ശൈലി കുറഞ്ഞു പോയെങ്കിൽ, കൊന്ത ചെല്ലുന്ന ശൈലി കുറഞ്ഞു പോയെങ്കിൽ, ഈ സമയം അത് ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങ് രക്ഷകനാണ്. കർത്താവേ, യേശുവേ, യേശുവേ രക്ഷക, രക്ഷക, കർത്താവേ, 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 നാഥനെ, നാഥനെ, യേശുവേ, യേശുവേ, രക്ഷക, രക്ഷക, കർത്താവേ, 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 നാഥനെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങാണ് രക്ഷകനും നാഥനുമെന്ന് പ്രഖ്യാപിക്കാൻ തക്കവണ്ണം ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദേ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി തന്നെ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ബന്ധങ്ങളുടെ മേലും കർത്താവ് എന്നെ ആശീർവദിക്കുന്നു. ആ വലിയ വിശ്വാസത്തോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ
സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ